ചെറുപഴം വെച്ചിട്ട് ഇന്ന് നമ്മൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വടയാണ് കേട്ടോ റെഡിയാക്കുന്നത്. കാണാൻ നല്ല മൊഞ്ചില്ലേ, ഒപ്പം തന്നെ ഇത് കഴിക്കാനായിട്ട് ഉഗ്രൻ ടേസ്റ്റാണ്. ഈവനിങ്ങിലൊക്കെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് റെഡിയാക്കാം. കണ്ടല്ലോ അതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് ആരെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാട്ടോ ഈ ഒരു വട കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെടുക്കുന്നത്, നമ്മുടെ ഇവിടെ മലപ്പുറം ഭാഗത്തൊക്കെ പറയും മൈസൂർ പഴം എന്നൊക്കെ പറയും, ചെറുപഴം പറയണവരുണ്ട്. കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവല്ലോ. അപ്പോൾ ഞാൻ ഏകദേശം ഈ റെസിപ്പിക്ക് വേണ്ടത് ഒരു 11 ചെറുപഴമാണ് നമ്മളിന്ന് എടുക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഒരു കൊല ചെറുപഴം പഴുത്താലില്ല, പിന്നെ മുഴുവനായിട്ട് അങ്ങോട്ട് പഴുത്ത് അധികം ആൾക്കാരും ലാസ്റ്റൊക്കെ അത് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ നന്നായിട്ട് പഴുത്ത് ചീഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പം അങ്ങനെയൊന്നും നിങ്ങൾ കളയണ്ട കേട്ടോ. ഇതുപോലെ ഈവനിങ്ങിലൊക്കെ ഒരു നല്ലൊരു അടിപൊളി സ്നാക്കായിട്ടൊക്കെ റെഡിയാക്കുകയാണെങ്കിൽ മക്കൾക്കും കഴിക്കുക, അതുപോലെ തന്നെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അവർക്ക് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പം ഞാൻ ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു ബ്ലാക്ക് വന്നിട്ടുണ്ടാവും, അത് കേടുവരിക. നല്ലതായിട്ട് പഴുത്താൽ അതുപോലെ ചതഞ്ഞാലൊക്കെ അങ്ങനെ വരും. ആ ഒരു സൈഡൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് പഴങ്ങളൊക്കെ എടുക്കാം കേട്ടോ. വെറുതെ ഒന്നും കളയണ്ട. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്, നല്ല ഫൈനായിട്ട്. മറ്റേ നമ്മൾ ഇതുപോലെ തന്നെ ഇടുകയാണെങ്കിൽ അത് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കട്ടയായിട്ട് കിടക്കും കേട്ടോ. ഇതുപോലെ റൗണ്ടായിട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തു നമ്മുടെ മിക്സിൻ്റെ ജാറെടുക്കാം. ജാറിലോട്ട് ചെറുപഴം ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ഈ ഒരു പഴം മുഴുവൻ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കാം. ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇഞ്ചിയുടെ പകരം നമുക്ക് ചുക്കിൻ്റെ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ചുക്കിൻ്റെ പൗഡർ ചേർക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഒപ്പം തന്നെ 2 ഏലക്ക ഫ്രഷ് ആണെങ്കിൽ അതിടാം, അല്ലെങ്കിൽ ഇതുപോലെ പൊടിച്ച് ചേർക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൗഡറും 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും 1/4 കപ്പ് പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. പിന്നെ ചെറുപഴം അത്യാവശ്യം ചിലതൊക്കെ നല്ല പുളിയായിരിക്കും, അപ്പോൾ അത് ഒട്ടും കഴിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പിന്നെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പഴം അത്യാവശ്യം മധുരമുണ്ട് എങ്കിലും ഒരു ഇച്ചിരി മധുരത്തിന് വേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തു. ഇനിയിപ്പോൾ പഞ്ചസാര തീരെ പറ്റില്ല എന്നുള്ളവർക്ക് ആ പഴത്തിൻ്റെ മധുരം തന്നെ മതിയാകും കേട്ടോ. പിന്നെ നന്നായിട്ട് നമ്മൾ ഫൈനായിട്ട് അടിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു കൂട്ടിലോട്ട് ഞാനിവിടെ 250 ml ഒരു കപ്പിൽ മൈദാമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് ഗോതമ്പിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കട്ടോ. അതൊക്കെ ഓപ്ഷനിലാണ്, നമ്മുടെ കയ്യിലുള്ളത് ചേർക്കാം. എനിക്ക് മൈദാമാവ് വെച്ച് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടിയും സോഫ്റ്റും നല്ല പ്ലഫി ആയിട്ട് കണ്ടല്ലോ നല്ല വീർത്ത് വന്നിട്ടുള്ള വട കിട്ടുന്നത്. അപ്പോൾ ഇനി മൈദാമാവ് ഹെൽത്തി അല്ല എന്ന് തോന്നുന്നവർക്ക്, ഹെൽത്തി അല്ല എന്നാലും നമ്മൾ ടേസ്റ്റിന് ഒന്നുകൂടിയും ബെറ്റർ എന്ന് പറയുന്നത് മൈദാമാവ് തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദാമാവ് ചേർത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഏകദേശം 1.5 കപ്പ് മൈദാമാവ് വേണ്ടി വരും കേട്ടോ. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു കറക്റ്റായിട്ട് നമുക്കിത് കിട്ടുള്ളൂ. നമ്മളെടുത്ത 1 കപ്പ് മൈദാമാവിന് തന്നെ 1/2 കപ്പ് റവയാണ് ചേർക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ എടുത്താലും കുഴപ്പമില്ല. റവയും കൂടി എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് സ്പൂണോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടൊക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. നന്നായിട്ട് തന്നെ ഇളക്കി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് മൈദ ആവശ്യത്തിന് ഇട്ട് കൊടുക്കട്ടോ. കാരണം മൈദ അങ്ങനെ ഇട്ട് കൊടുത്താലേ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കയ്യിൽ വെച്ച് ഉരുട്ടി ഹോളൊക്കെ ആക്കിയിട്ട് ഇടാനായിട്ട് പറ്റുള്ളൂ. കണ്ടല്ലോ, നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി നമ്മുടെ ഈ ഒരു റവ നന്നായിട്ട് കുതിർന്ന് കിട്ടണം. അപ്പോൾ ഒരു ഇച്ചിരി സമയം, ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നന്നായിട്ട് കുതിർന്ന് വരും. ഞാൻ പറഞ്ഞല്ലോ, ഒരു സിമ്പിൾ റെസിപ്പിയാണ്, വേറെ വലിയ പരിപാടിയൊന്നുമില്ല. ഇനി എണ്ണ ചൂടാക്കി ജസ്റ്റ് ഒന്ന് വേവിച്ച് ഒന്ന് മുരിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കയ്യിൽ ഉരുട്ടുന്ന സമയത്ത് നമുക്ക് ഉരുട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവേ, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ ഹോളെടുക്കാനും കയ്യിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം മൈദാമാവ് കുറച്ചുകൂടി ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ആക്കി എടുക്കാം കേട്ടോ. നമുക്കിത് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിനി അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ പഴം ചേർക്കുന്നിടത്തൊക്കെ അളവ് കൂടിപ്പോവുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ മൈദാമാവ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, കുറച്ച് സമയം ഞാൻ മാറ്റി വെച്ചപ്പോഴേക്കും മാവൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. കയ്യിലിട്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് വന്നപ്പോൾ കുറച്ചൊരു പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 2 കൈയും ഒന്ന് മുക്കിയെടുക്കുക. അതിന് ശേഷം നമ്മളിതാ ഓരോ ബൗൾസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം.
പിന്നെ സെൻറ്ററിൽ ഇതുപോലൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. സിമ്പിൾ റെസിപ്പി അല്ലേ, തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിങ്ങനെ പരത്തുമ്പോൾ കട്ടിയും കനമൊന്നുമില്ല, പക്ഷേ ഇത് വെന്ത് നന്നായിട്ട് വീർത്ത് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരും കേട്ടോ. കാരണം നമ്മൾ മൈദാമാവ് ചേർത്തല്ലോ, അതുകൊണ്ടാണ് നല്ല രീതിയിൽ വീർത്ത് നല്ല പ്ലഫി ആയിട്ട് ഇങ്ങനെ സ്പോഞ്ച് പോലെ ആയിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലൊരു ചീനച്ചട്ടിയിലാണ് വെളിച്ചെണ്ണ ചൂടാക്കുന്നത്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതാ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ചൂടാക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ ഒന്ന് തരും കേട്ടോ. ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കല്ലേ. അപ്പോൾ അതാ ഇനി ഓരോന്ന് നമുക്ക് കയ്യിൽ വെച്ചിട്ട് പരത്താം. കയ്യിൽ വെച്ച് പരത്തുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യം പച്ച വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് വേണം നമ്മൾ ഓരോ പിടി മാവ് ഇങ്ങനെ കയ്യിൽ വെച്ച് പിടിക്കാനും ഒപ്പം ഇങ്ങനെ അമർത്തിയെടുക്കാനൊക്കെ ആയിട്ട് കേട്ടോ. ഹോളിടുന്നതിന് മുന്നേ പച്ചവെള്ളത്തിൽ നമ്മൾ വിരലൊന്ന് ചൂണ്ടാ വിരലാണെങ്കിൽ ആ വിരലൊന്ന് പച്ചവെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഇതാ ഓരോന്നും നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പൊരിച്ച് കോരിയെടുക്കുക. തീ ഒരുപാട് ഹൈ ഫ്ലെയിമിലല്ല, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഇത് നമ്മളൊന്ന് മൊരിച്ചെടുക്കേണ്ടത്. രണ്ട് സൈഡൊന്നും മൊരിഞ്ഞ് കിട്ടുമ്പോഴേക്കും നന്നായിട്ട് വീർത്ത് നല്ല ഗുണ്ട് മണി പോലെ ആയി കിട്ടും. കണ്ടല്ലോ, കാണാനും ടേസ്റ്റാണ്, ഒപ്പം ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ്. ഇത് നന്നായിട്ട് വീർത്ത് വരുമ്പോൾ അതിൻ്റെ ഉൾവശമൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടും. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും ചെയ്യരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. അങ്ങനെ ഓരോന്നും ഞാനിതാ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇതൊട്ടും എണ്ണ കുടിക്കണില്ല, അത് നമ്മൾ ഉണ്ടാക്കുമ്പോഴേ നമുക്കറിയുള്ളൂ. ഇതിൽ നമ്മൾ റവയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണയൊന്നും കുടിക്കാതെ നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞ് കിട്ടും ഈ ഒരു പലഹാരം. അപ്പോൾ ഇനി എണ്ണയിൽ ഉണ്ടാക്കുകയാണല്ലോ എന്ന് കരുതിയിട്ട് ആരും ചെയ്യാതിരിക്കണ്ട, എല്ലാവരും ചെയ്യട്ടോ. ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓരോന്നും ഞാൻ ഇതുപോലെ എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്ത് കോരിയാണ്. കണ്ടല്ലോ, അതുപോലെ തന്നെ ഇതിലോട്ട് കറുത്ത എള്ള് ഞാൻ ഇടണം കരുതി എടുത്ത് വെച്ചിരുന്നു കേട്ടോ. ജസ്റ്റ് ഞാനത് മറന്നു പോയതാണ്. അപ്പോൾ കറുത്ത എള്ളൊക്കെ കയ്യിലുള്ളവർക്ക് എള്ളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇതിങ്ങനെ എള്ളൊക്കെ മൊരിഞ്ഞ് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഓരോന്നും ഇതുപോലെ പരത്തിയിട്ട് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കയ്യിലൊട്ടി പിടിക്കുക, ഇങ്ങനെ പരത്താൻ ബുദ്ധിമുട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത്യാവശ്യത്തിന് മൈദാമാവ് ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ജീരകം പൊടിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതുപോലെ ഡ്രൈ ആയിട്ട് ഈ ഒരു മാവിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ഫ്രഷായിട്ട്. അങ്ങനെ ആയാലും ടേസ്റ്റിയാണ്, സിമ്പിളാണ്. ഇപ്പം ഞാൻ ചുട്ട് വെച്ചിട്ടുള്ള ഓരോ വടയിലോട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ഇത് ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നതെന്ന്. ചെറുപായം വെച്ചിട്ടാണെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കോ അങ്ങനെയുള്ള ടെൻഷനൊന്നും ആർക്കും വേണ്ട കേട്ടോ. നമ്മളിത് ചുട്ട് കഴിയുമ്പോഴും നമ്മുടെ ഈ ഒരു ചട്ടിയിൽ ഈ ഒരു എണ്ണ ഉണ്ടാവും. അതുപോലെ ഗോതമ്പൊടി ചെയ്യണവർക്കും അങ്ങനെയും ചെയ്യാം കേട്ടോ. അതൊക്കെ നമുക്ക് ഏതാ വേണ്ടത് വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് റെഡിയാക്കാം. ഒരു സൈഡാകുമ്പോൾ മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു 2 പ്രാവശ്യം മറിച്ചിട്ട് എടുക്കുമ്പോഴേക്കും ഇതുപോലെ നല്ല പ്ലഫി ആയിട്ട് വീർത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ സാധാരണ കൃഷിക്കാരോ അല്ലെങ്കിൽ അത്യാവശ്യം തൊടുവോ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇഷ്ടം പോലെ ഇതുപോലെ മൈസൂർ പഴം അല്ലെങ്കിൽ നമ്മുടെ ചെറുപഴം ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരു ഭാഗം പഴുക്കുമ്പോഴേക്കും പെട്ടെന്ന് ഇത് പഴുത്ത് കളറും ചേഞ്ചാവും. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിയിട്ട് ചിലരിത് കഴിക്കാനല്ല കേട്ടോ, ജസ്റ്റ് അങ്ങോട്ട് ഒഴിവാക്കാറാണ് പതിവ്. അങ്ങനെ ഒഴിവാക്കൊന്നും വേണ്ട കേട്ടോ. ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഏകദേശം ഒരു 2 ദിവസം മുന്നേ തന്നെ ഒരു പഴംപൊരി ഇട്ടിരുന്നു. അങ്ങനെ എൻ്റെ അടുത്തും ഏകദേശം ഒരു കൊല ചെറുപഴം ഉണ്ട് കേട്ടോ. അപ്പോൾ ഡെയിലി ഓരോന്നോരോന്ന് ഇടണം കരുതുന്നുണ്ട്. ആവശ്യമുള്ളവരൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടല്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ ഞാനും എത്തിക്കാം. നിങ്ങൾക്ക് കഴിയുന്ന വിധം നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതാ മുഴുവനായിട്ട് നമ്മൾ ലാസ്റ്റ് പരിപാടിയും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എണ്ണ കണ്ടല്ലോ, നമ്മൾ ഒഴിച്ച എണ്ണ ഏകദേശം അതുപോലെ തന്നെയുണ്ട്. ഒരിച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവും, ഇത് ഫ്രൈ ചെയ്യാനെടുത്തല്ലേ. എന്ന് കരുതിയിട്ട് ഒത്തിരി എണ്ണ കുടിക്കുക, നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നും വന്നില്ല. കണ്ടല്ലോ, നല്ല അടിപൊളിയല്ലേ കാണാൻ മാത്രമല്ല കേട്ടോ, നല്ല പ്ലഫിയാണ്. ഇത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ അമർത്തുമ്പോഴേക്കും പഞ്ഞിക്കെട്ട് പോലെ നിൽക്കും. ഉൾവശമാണെങ്കിൽ നന്നായിട്ട് വെന്ത് ആരെടുത്തിട്ടാട്ടോ കിട്ടുക. എന്തായാലും ചെറുപഴം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ചെറുപഴം ഇല്ലാതെ നേന്ത്രപ്പഴം വെച്ചിട്ട് നമുക്ക് ചെയ്യാം. സാധാരണ ഈ ഒരു ചെറുപഴം 1 2 ഒക്കെ ഇങ്ങനെ പഴുത്താൽ കഴിക്കാൻ ഇഷ്ടമായിരിക്കും. നല്ലോണം പഴുത്താൽ അത് കഴിക്കാൻ മടിയാണല്ലേ. പൊതുവേ അതിൻ്റെ കളർ പെട്ടെന്ന് തന്നെ ചേഞ്ചാവും, പിന്നെ ഒരു സ്മെല്ലും മാറും. ചില ചെറുപഴം നല്ല പുളിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പഴങ്ങളൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക.
ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണോ, എന്നാൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോ ഒക്കെ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. അഥവാ എന്തെങ്കിലുമൊക്കെ തെറ്റിയാൽ താഴെ കമൻറ്റ് വരും. ഞാൻ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതായിപ്പോയിട്ടോ. അപ്പോൾ അതാ കണ്ടല്ലോ, ഇതിൻ്റെ ഉൾവശം കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് വെന്ത് ആരെടുത്തിട്ടാട്ടോ നിൽക്കുന്നത്. നമ്മൾ കലത്തപ്പം, നെയ്യപ്പം, ഉണ്ണിയപ്പമൊക്കെ ചുടുമല്ലോ, അതുപോലെ തന്നെ ഉൾവശമൊക്കെ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഈ ഒരു പഴത്തിൽ അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പേരിലാണ് ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തത്. മധുരമില്ലാതെ നല്ല പുളിയുള്ള അതാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം ഞാൻ പഞ്ചസാര കൂട്ടിയെടുക്കാം. ഇനി പഞ്ചസാരയുടെ പകരം ശർക്കര വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ശർക്കര കുറഞ്ഞ വെള്ളത്തിൽ ഉരുക്കിയിട്ട് അങ്ങനെയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ പഴം അരക്കുന്ന ടൈമിലൊക്കെ വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം കേട്ടോ. പഴം അരക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിലൊന്നും അരച്ചെടുക്കരുത്. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ശർക്കരപ്പാനിയൊക്കെ ഒഴിക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു ഗ്ലാസ് ചായയും ഇതുപോലൊരു പലഹാരം ഉണ്ടായ ആർക്കും ഇഷ്ടമല്ലാത്ത എല്ലാവരും വയറ് നിറച്ച് കഴിച്ചോളും. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി സെറ്റപ്പായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പോണതിന് മുന്നേ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരി. ഒപ്പം നമ്മളെ ഫോണിൽ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ അല്ലേ, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചെറുപയം മൂലം ഇതുപോലെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവട്ടെ. കാരണം എത്ര കഴിച്ചിട്ടും കഴിയണില്ല, അയൽവാസികൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിൻ്റെ കളറൊക്കെ ഒരുപാട് ചേഞ്ചായാൽ പലർക്കും ഇത് കൊടുക്കാൻ പറ്റില്ല അല്ലേ. എങ്ങനെ ഇത് നമ്മൾ കൊടുക്കുക, എന്താ ഏതാന്നൊക്കെ വെച്ചിട്ട് ആകെ ടെൻഷനായിരിക്കും. അപ്പോൾ അതിനൊന്നും ടെൻഷനാവേണ്ട. ഇതുപോലെ നല്ല അടിപൊളി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ഇൻഷാ അല്ലാഹ് നാളെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.